നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെയും സാഹചര്യങ്ങളെയും എങ്ങനെ സമീപിക്കണമെന്നതിനെക്കുറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ നൽകിയ പാഠങ്ങൾ ഇന്നും നമ്മെ നയിക്കാൻ കഴിവുള്ളവയാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ തിരിച്ചറിയാനും വഞ്ചനയിൽ നിന്ന് സ്വയം രക്ഷിക്കാനുമുള്ള അതിസൂക്ഷ്മമായ ഉൾക്കാഴ്ചകളാണവ. ഒരു മനുഷ്യന്റെ സ്വഭാവം, അവന്റെ ചിന്തകൾ, അവന്റെ ലക്ഷ്യങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ചാണക്യൻ ആരെയാണ് സൂക്ഷിക്കേണ്ടതെന്നും എന്ത് ഗുണങ്ങളാണ് നമ്മൾ വളർത്തേണ്ടതെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ 7 പ്രധാന പാഠങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1. വിവേകമില്ലാത്ത വ്യക്തികൾ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് വിവേകമാണ്. ശരിയും തെറ്റും, സത്യവും അസത്യവും, നല്ലതും ചീത്തയും വേർതിരിച്ചറിയാനുള്ള കഴിവാണ് വിവേകം. ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നു: നാം അറിയാതെ നമ്മളെ നശിപ്പിക്കുന്ന ശത്രുക്കളുണ്ട്. അതിനേക്കാൾ അപകടകരമാണ് നല്ലവരാണെന്ന് ഭാവിച്ചു വരുന്നവർ. നമ്മുടെ ജീവിതത്തിലെ ഓരോ ബന്ധത്തെയും നമ്മളൊരു ചോദ്യചിഹ്നത്തോടെ സമീപിക്കണം. ഒരാളുടെ നല്ല പെരുമാറ്റം, സൗഹൃദം, സഹായങ്ങൾ എന്നിവയുടെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യമെന്താണെന്ന് നമ്മൾ വിവേകത്തോടെ ചിന്തിക്കണം. വെറുതെ ഒരാൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഉദ്ദേശമെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഋഗ്വേദത്തിൽ പറയുന്നതുപോലെ മനുഷ്യരെ തിരിച്ചറിയാനുള്ള മനസ്സിന്റെ വെളിച്ചം നമുക്കുണ്ടാകണം. ഈ വിവേകമാണ് ചതിക്കപ്പെടാതെ നമ്മെ സംരക്ഷിക്കേണ്ടത്. വിവേകമെന്നത് കേവലം അറിവല്ല, മറിച്ച് ശരിയും തെറ്റും വേർതിരിച്ചറിയാനുള്ള മനസ്സിന്റെ ശക്തിയാണ്. ഈ ചാണക്യന്റെ ഈ പാഠം ദ്രോണാചാര്യരുമായി ബന്ധപ്പെട്ട ഒരു കഥയോർമ്മിപ്പിക്കുന്നു. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണർ തന്റെ മകനായ അശ്വത്ഥാമാവിനെ അമിതമായി സ്നേഹിച്ചിരുന്നു. ഈ വിവേകമില്ലായ്മ കാരണം ദുര്യോധനനും കൂട്ടരും അശ്വത്ഥാമാവിനെ എളുപ്പത്തിൽ സ്വാധീനിച്ചു. ദ്രോണർക്ക് തന്റെ മകനോടുള്ള സ്നേഹത്തെ ദുരുപയോഗം ചെയ്ത് അവർ കുരുക്ഷേത്ര യുദ്ധത്തിൽ പലതരം തന്ത്രങ്ങൾ മെനഞ്ഞു. വിവേകത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ദ്രോണർ യുദ്ധത്തിൽ നിരാശപ്പെടേണ്ടതിലേക്ക് ഇത് നയിച്ചു. ഈ കഥ കാണിക്കുന്നത് വിവേകം നഷ്ടപ്പെട്ടാൽ ഏറ്റവും വലിയ ജ്ഞാനിയും വഞ്ചിക്കപ്പെടാം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ബന്ധത്തെയും വസ്തുനിഷ്ഠമായി വിലയിരുത്താനുള്ള വിവേകം നമുക്കുണ്ടാകണം. 2. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം. പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ ശക്തി അവരുടെ പ്രവൃത്തികൾക്കാണ്. വാചകമടിയിൽ വിരുദ്ധന്മാരായ ധാരാളം പേരെ നമുക്ക് കാണാം. അവർ മനോഹരമായ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും, വലിയ വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ അത് പ്രവൃത്തിയിൽ വരുമ്പോൾ അവർക്കതിനുള്ള ആത്മാർത്ഥത കാണില്ല. ചാണക്യന്റെ തത്വമനുസരിച്ച് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നവരേക്കാൾ ചെറിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്നതുപോലെ മനുഷ്യന്റെ കർമ്മമാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം. അതിനാൽ ഒരാൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നതിനേക്കാൾ അവരെന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. കാരണം വാക്കുകൾക്ക് നിറം കുടിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രവൃത്തികൾക്കത് കഴിയില്ല. ചാണക്യന്റെ ഈ തത്വം മഹാഭാരതത്തിലെ ശകുനി പോലുള്ളവരെ ഓർമ്മിപ്പിക്കുന്നു. മധുരമായ വാക്കുകളിലൂടെ ദുര്യോധനനെ സ്വാധീനിച്ച ശകുനി തന്റെ പ്രവൃത്തികളിലൂടെ കൗരവകുലത്തിന്റെ നാശത്തിന് വഴിയൊരുക്കി. താൻ നല്ലൊരുപദേഷ്ടാവും സുഹൃത്തുമാണെന്ന് ശകുനി ഭാവിച്ചെങ്കിലും തന്റെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. നേരെ മറിച്ച് ധർമ്മത്തിന്റെ പാതയിൽ ഉറച്ചുനിന്ന ഭീമൻ പോലെയുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെയായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ടായിരുന്നത്. ഒരാൾ എന്താണ് സംസാരിക്കുന്നത് എന്നതിനേക്കാൾ അവരെന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. കാരണം വാക്കുകൾക്ക് നിറം കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രവൃത്തികൾക്കത് കഴിയില്ല. 3. 2 മുഖമുള്ളവരെ സൂക്ഷിക്കുക. നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു സംസാരിക്കുകയും നിങ്ങളുടെ പിന്നിൽ കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്നവരെ നിങ്ങൾ എത്രയും വേഗം തിരിച്ചറിയണം. ചാണക്യൻ ഇവരെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം. അതായത്, നമ്മളില്ലാത്തപ്പോൾ നമ്മുടെ കാര്യങ്ങളെ നശിപ്പിക്കുകയും നേരിട്ട് കാണുമ്പോൾ മധുരമായി സംസാരിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ വിഷം നിറഞ്ഞ കുടത്തിലെ പാലുപോലെ ഒഴിവാക്കണം. ഭഗവത്ഗീതയിൽ പറയുന്ന ദുർഗുണങ്ങൾ നിറഞ്ഞ മനസ്സ് എന്നതുപോലെയാണ് ഇങ്ങനെയുള്ളവരുടെ ഹൃദയം. പുറത്ത് സ്നേഹം കാണിച്ചുകൊണ്ട് ഉള്ളിൽ വെറുപ്പ് സൂക്ഷിക്കുന്നവർ നിങ്ങളുടെ ഊർജ്ജത്തെ ഇല്ലാതാക്കും. രാമായണത്തിലെ കൈകേയിയെ ഇതിനൊരു ഉദാഹരണമായി കാണാം. ദശരഥ മഹാരാജാവിനോടും രാമനോടും അതീവ സ്നേഹവും ബഹുമാനവുമുള്ള ഒരു ഭാര്യയും അമ്മയുമായി കൈകേയി പുറമേ അഭിനയിച്ചു. എന്നാൽ മന്ധരയുടെ ദുരുപദേശം കേട്ടപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു. ഉള്ളിൽ ഒളിപ്പിച്ച വെറുപ്പും സ്വാർത്ഥതയും കാരണം അവർ രാമനെ വനവാസത്തിനയച്ചു.
ഈ സംഭവം കാണിക്കുന്നത് ഒരാൾ പുറമേ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൽ മാത്രം വിശ്വസിക്കാതെ അവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം എന്നാണ്. 4. പ്രതിസന്ധിഘട്ടത്തിൽ അവഗണിക്കുന്നവർ. നിങ്ങൾ സമ്പന്നനും സന്തോഷവാനുമായിരിക്കുമ്പോൾ ധാരാളം സുഹൃത്തുക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആർക്കാണ് യഥാർത്ഥ സ്നേഹമുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ചാണക്യന്റെ ഈ പാഠം വളരെ പ്രസക്തമാണ്. വിപത്കാലെ മിത്രപരീക്ഷണം, അതായത് ഒരു സുഹൃത്തിനെ പരീക്ഷിക്കാൻ ഏറ്റവും നല്ല സമയം പ്രതിസന്ധിഘട്ടമാണ്. ഈ പാഠം ചാണക്യന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചതാണ്. നന്ദരാജവംശത്തിന്റെ കീഴിൽ ഒരു സാധാരണ പണ്ഡിതനായിരുന്ന ചാണക്യനെ രാജാവ് അപമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നിരുന്നത് ശിഷ്യനായ ചന്ദ്രഗുപ്തൻ മാത്രമായിരുന്നു. പ്രതിസന്ധിയിൽ ആരും കൂടെയില്ലാത്തപ്പോൾ ചന്ദ്രഗുപ്തൻ ചാണക്യനോടുള്ള കൂറ് നിലനിർത്തി. ഈ സംഭവം ചാണക്യന്റെ തത്വത്തിന് വലിയ ഒരു ഉദാഹരണമാണ്. വിപത്തുകൾ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രതിസന്ധിയിൽ നമ്മെ കൈവിടുന്നവരെക്കുറിച്ച് പിന്നീട് ആലോചിച്ച് വിഷമിക്കേണ്ടതില്ല, കാരണം അവർ ഒരു തരത്തിലും നമ്മുടെ സുഹൃത്തുക്കളായിരുന്നില്ല. 5. സ്വയം പര്യാപ്തത. ചതിക്കപ്പെടുമ്പോൾ ഏറ്റവും വലിയ വേദന നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി സ്വയം ശക്തനാണെങ്കിൽ അയാൾക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല. നിങ്ങൾ സ്വയം പര്യാപ്തനാകുമ്പോൾ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ഉപനിഷത്തുകൾ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്, അത് ആരെയും ആശ്രയിക്കാതെ നിലനിൽക്കുന്നതാണ്. ആത്മശക്തിയും കഠിനാധ്വാനവുമെന്ന അടിത്തറയിൽ നിങ്ങളുടെ ജീവിതം പണിതാൽ ഒരു ചതിക്കും നിങ്ങളെ തകർക്കാനാവില്ല. മഹാഭാരതത്തിലെ അർജുനന്റെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. അർജുനൻ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് കഠിനാധ്വാനം ചെയ്തു. ഗുരുവിന്റെ സ്നേഹത്തെ ആശ്രയിക്കാതെ സ്വയം ശക്തനായതുകൊണ്ടാണ് അർജുനൻ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയായി മാറിയത്. നമ്മുടെ ശക്തി മറ്റൊരാളെ ആശ്രയിച്ചല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളിലും പ്രയത്നത്തിലുമാണ് നിലനിൽക്കുന്നത്. 6. അറിവ് നിങ്ങളുടെ സമ്പത്താണ്. അറിവ് മനുഷ്യന്റെ ഏറ്റവും വലിയ ധനമാണ്. ചാണക്യന്റെ ഈ സൂക്തം ലോകപ്രസിദ്ധമാണ്. വിദ്യാധനം സർവധനാത് പ്രധാനം, അതായത് അറിവാണ് എല്ലാ ധനത്തേക്കാളും വലുത്. ഒരു മോഷ്ടാവിനോ ഒരു ശത്രുവിനോ നിങ്ങളുടെ അറിവ് കവർന്നെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ എത്രത്തോളം പഠിച്ച് അറിവ് നേടുന്നുവോ അത്രത്തോളം നിങ്ങൾ ശക്തനാകുന്നു. കാരണം അജ്ഞതയാണ് വഞ്ചനയുടെയും അസത്യത്തിന്റെയും വേര്. അറിവുള്ള ഒരു വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമല്ല. അറിവ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് ചാണക്യൻ വിശ്വസിച്ചു. അജ്ഞതയെ മറികടന്ന് അറിവ് നേടുന്നതിലൂടെ ചാണക്യൻ നന്ദരാജവംശത്തെ കീഴടക്കി. നന്ദരാജന്മാരുടെ സൈനിക ബലത്തേക്കാൾ വലുതായിരുന്നു ചാണക്യന്റെ ബുദ്ധിശക്തിയും തന്ത്രജ്ഞതയും. അറിവ് കാരണം അദ്ദേഹത്തിന് ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സാധിച്ചു. ഇത് ധൈര്യമായി മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകി. അറിവ് എന്ന ധനം ആർക്കും കവർന്നെടുക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അത് നിങ്ങൾക്ക് എപ്പോഴും തുണയായുണ്ടാകും. 7. കഠിനാധ്വാനം. ചതിക്കപ്പെട്ട ശേഷം നിരാശപ്പെട്ടിരിക്കാൻ ചാണക്യൻ പഠിപ്പിക്കുന്നില്ല. പകരം അദ്ദേഹം പറയുന്നു, ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണീന മനോരഥയ്യ, അതായത് പ്രയത്നത്തിലൂടെയാണ് കാര്യങ്ങൾ സാധിക്കുന്നത്, വെറും ആഗ്രഹങ്ങളിലൂടെയല്ല. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടക്കാനുള്ള വഴി നിങ്ങളുടെ കഠിനാധ്വാനമാണ്. അത് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ്. അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കില്ല. ഗീതയിൽ പറയുന്നതുപോലെ കർമ്മം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ആർക്കും കവർന്നെടുക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. കഠിനാധ്വാനമില്ലാത്ത വ്യക്തികളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചാണക്യന്റെ ജീവിതം തന്നെ ഈ പാഠത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നന്ദരാജാക്കന്മാരോടുള്ള പ്രതികാരം നടപ്പാക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനു മാത്രമുണ്ടായിരുന്നില്ല, മറിച്ച് അതിനുവേണ്ട കഠിനാധ്വാനം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വെറും മനോരഥങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ചന്ദ്രഗുപ്തനെ പരിശീലിപ്പിച്ചും തന്ത്രങ്ങൾ മെനഞ്ഞും അദ്ദേഹം തന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. കഠിനാധ്വാനമാണ് ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത്. അതാണ് നമ്മളെ ചതിക്കാത്ത ഒരേയൊരു സുഹൃത്ത്. ഇന്ന് ചർച്ച ചെയ്ത ചാണക്യന്റെ ഈ 7 പാഠങ്ങൾ വെറും ഉപദേശങ്ങൾ മാത്രമല്ല, അവ നമ്മുടെ ജീവിതത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു കവചം കൂടിയാണ്. വിവേകത്തോടെ ചിന്തിക്കാനും പ്രവൃത്തികളെ നിരീക്ഷിക്കാനും കപടമനുഷ്യനെ തിരിച്ചറിയാനും പ്രതിസന്ധിയിൽ തളരാതെ നിൽക്കാനും സ്വയം പര്യാപ്തത നേടാനും അറിവ് സമ്പാദിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ഈ പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്.
ചതിയെ ഭയന്ന് പിന്നോട്ടു പോകേണ്ടവരല്ല നമ്മൾ. മറിച്ച് അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള ശക്തി നേടിയവരാണ്. ചാണക്യന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാക്കാൻ സഹായിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.